ഹായ് ഹലോ 2Dയുടെ 9ാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജോസ് കാപ്പൻ എന്നാണ്. ആദ്യത്തെ 8 പാർട്ട് വീഡിയോകൾ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണും. നിങ്ങൾക്ക് കണ്ടുപിടിക്കുക എളുപ്പത്തിന് അങ്ങനെ ചെയ്തേക്കാം. നമ്മൾ ഇന്ന് 9ാമത്തെ പാർട്ട് വീഡിയോയിൽ ഒരു 6 ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. 2024 ചോദിച്ച ചോദ്യങ്ങളാണ് എല്ലാം. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ മക്കളെ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഈ 6 ചോദ്യങ്ങളാണ് ആകെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കൂട്ടുകാരാണെങ്കിൽ വെറുതെ വീഡിയോ കണ്ട് സമയം കളയണ്ട, വേഗം ഓടിപ്പോക്കോ. അറിയത്തില്ലാത്തവരെ എക്സ്പ്ലനേഷൻസ് കണ്ട് പഠിക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ലൈക്കായി രേഖപ്പെടുത്താൻ മറക്കണ്ട. എന്നെ കൊണ്ട് ഇത് എപ്പോഴും പറയിപ്പിക്കരുത്, അങ്ങ് ചെയ്തേക്കണം. കേട്ടല്ലോ? യെസ്, ശരി. ഇനി അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പൈസ ഒന്നും പോകത്തില്ല, അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഇനി അങ്ങനെ ചെയ്തെന്നോർത്ത് എനിക്ക് പ്രത്യേകിച്ച് പൈസയൊന്നും കിട്ടാനും പോകുന്നില്ല. പിന്നെ എന്തിനാ അത് പറയുന്നതെന്ന് ചോദിച്ചാൽ അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ഒരു പാഷൻ്റെ ഇഷ്ടത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം പാഷനേറ്റായിട്ട് ചെയ്യുന്ന ഒരു ജോലി ആയതുകൊണ്ട് പ്രോത്സാഹനം ആവശ്യമാണ്. കൂടുതൽ പ്രോത്സാഹനം കിട്ടിയാൽ കൂടുതൽ നന്നായി ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു മടി കാണിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. യെസ്, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം മക്കളെ. ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കാണാനാണ് ദാസാ ചോദ്യം. സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ്. ഓക്കെ, ഈ സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ അവനെ റോംബസ് എന്ന് വിളിക്കും. ആണോ? എസ്, നിസാരക്കാരനല്ല അവൻ, അല്ലേ? സോ ഇതാണ് സമഭുജ സാമാന്തരികം. അത്രയങ്ങ് ശരിയായില്ല, ഒന്നുകൂടെ വരയ്ക്കാം. സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞാൽ 4 വശത്തിനും ഒരേ നീളമാണ് കേട്ടോ, പക്ഷേ ചെരിഞ്ഞിരിക്കും. ഇതാണ് സമഭുജ സാമാന്തരികം. എല്ലാ വശത്തിനും ഒരേ നീളമാണ്, പക്ഷെ ചെരിഞ്ഞിരിക്കും. സമാന്തരങ്ങളായ വശങ്ങളോട് കൂടിയത്, അതുകൊണ്ട് സമഭുജ സാമാന്തരികം. വശങ്ങളെല്ലാം തുല്യം, സമഭുജമാണ്. ഭുജങ്ങൾ വശങ്ങളെല്ലാം തുല്യമാണ്, പക്ഷെ അതൊരു സാമാന്തരികമാണ്, പാരലോഗ്രാമാണ്. അപ്പോൾ സമഭുജ സാമാന്തരികത്തിന് ഇംഗ്ലീഷിൽ നമ്മൾ വിളിക്കുന്ന പേര് റോംബസ് എന്നാണ് കേട്ടോ. ഇങ്ങനെ ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്ന ചോദ്യം. മക്കളെ, ഈ സമഭുജ സാമാന്തരികത്തിന് 2 വികരണങ്ങളുണ്ട്. ഇതാണ് ഒരു വികരണം, ഇതാണ് രണ്ടാമത്തെ വികരണം. ആദ്യത്തെ വികരണം D1, ഡയഗണൽ D1. രണ്ടാമത്തേത് D2 ആണെങ്കിൽ ഇതിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചോണം. ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു D1 D2 ആണ്. D1 D2, ഹാഫ് D1 D2 ആണ് ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ ഏരിയ കേട്ടോ. അതായത് വികരണങ്ങളുടെ ഗുണനഫലത്തിൻ്റെ പകുതി. ഓർത്തോണേ, ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വിസ്തീർണം, പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2. വികരണങ്ങൾക്ക് രണ്ടും തുല്യ നീളമല്ല, വ്യത്യസ്ത നീളങ്ങളായിരിക്കും. ഹാഫ് ഇൻറ്റു D1 D2 ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഏരിയ കിട്ടുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് കേട്ടോ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. ഒരു വശം 2 സെൻറ്റിമീറ്ററായ ഒരു സമചതുരത്തിൽ, അപ്പം നമ്മുടെ കഥയിലെ നായകൻ സമചതുരമാണ്. ഓക്കെ, വരയ്ക്കട്ടെ. ഒരു വശം 2 സെൻറ്റിമീറ്ററായ ഒരു സമചതുരം. ഒരു വശം 2 സെൻറ്റിമീറ്ററായ ഒരു സമചതുരത്തിൻ്റെ വികരണം, ഇതാണ് അതിൻ്റെ വികരണം. ഓക്കെ, ഈ വികരണം ഒരു വൃത്തത്തിൻ്റെ വ്യാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിന് തുല്യമാണ്. എങ്കിൽ വൃത്തത്തിൻ്റെ ചുറ്റളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ശരി, അപ്പം 2 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരമുണ്ട്. ആദ്യം അതിൻ്റെ വികരണത്തിൻ്റെ നീളം കണ്ടുപിടിക്കാം. ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം A√2 ആണ് മക്കളെ. A വശമായിട്ടുള്ള ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം A√2. അപ്പോൾ 2 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം 2√2 ആണ്. 2 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം 2√2 ആണ്. അപ്പോൾ ഈ നീളമാണ് നമ്മുടെ വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൃത്തത്തിൻ്റെ വ്യാസം 2√2 എന്ന് കിട്ടും. വൃത്തത്തിൻ്റെ വ്യാസം അതായത് ഡയമീറ്ററാണ് 2√2. അപ്പോൾ ആരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയാണ്. 2√2ൻ്റെ പകുതി 2√2/2, അതായത് √2 എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് വൃത്തത്തിൻ്റെ ആരം √2 ആണെന്ന് കിട്ടി. ഇനി വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനാണ് നമ്മുടെ ചോദ്യം. വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ മക്കളെ 2πr എന്നതാണ്. അതായത് 2 ×
പൈ ഇൻറ്റു ആർ എത്രയാ √2 ആണ്. സോ നമ്മുടെ ഉത്തരം 2√2 പൈ എന്ന് കിട്ടും. 2√2 പൈ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 2√2 പൈ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഒന്നുകൂടെ ചെയ്യട്ടെ, ഒന്നുകൂടെ പറയട്ടെ. അതായത് ഒരു സമചതുരമുണ്ട്, അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 2 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ വികർണത്തിൻ്റെ നീളം, ഒരു സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a√2 എന്നതാണ്. എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വശമാണ്. അപ്പം വശം എ ആണെങ്കിൽ വികർണം a√2 ആണ്. അപ്പോൾ വശം 2 ആയതുകൊണ്ട് വികർണത്തിൻ്റെ നീളം 2√2 ആണ്. ഈ സമചതുരത്തിൻ്റെ വികർണത്തിൻ്റെ നീളവും നമ്മുടെ വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ നീളവും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യാസത്തിൻ്റെ നീളം 2√2 ആണെന്ന് കിട്ടി. വ്യാസത്തിൻ്റെ നീളം 2√2 ആണെങ്കിൽ അതിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ 2√2 അതിൻ്റെ ആരം എന്ന് പറഞ്ഞാൽ 2√2 പകുതിയാണ്. കാരണം വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം, ഡയമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ്. അപ്പോൾ 2√2 പകുതി 2√2/2 എന്ന് വരും. ഇതും വെട്ടിപ്പോവും, അതായത് √2 എന്ന് കിട്ടും. √2 ആണ് റേഡിയസ്. √2 റേഡിയസ് ഉള്ള വൃത്തത്തിൻ്റെ എന്ത് കാണണം? ചുറ്റളവ് കാണാൻ 2πr ഇക്വേഷൻ. 2 × π × r. 2 × π × r എന്ന് പറഞ്ഞാൽ √2. സോ 2√2 പൈ എന്ന് കിട്ടും. വ്യക്തമല്ലേ? മുന്നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. ഓക്കെ, ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണം. അപ്പോൾ വൃത്തത്തിൻ്റെ വിസ്തീർണത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം വൃത്തത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ π × r² എന്നതാണ്. ഇതാണ് വൃത്തത്തിൻ്റെ ഏരിയ ആണ്. ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണം അതിൻ്റെ ആരത്തിന് ആനുപാതികമാണ്. അതിൻ്റെ ആരത്തിന് ആനുപാതികമാണെന്ന് പറഞ്ഞാൽ ഏരിയ = പ്രൊപ്പോർഷണൽ ടു റേഡിയസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിയാണോ? അല്ല, തെറ്റാണ്. കാരണം നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാകും, ഏരിയ ഇവിടെ r² പ്രൊപ്പോർഷണലാണ്. ആണോ? ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? r². അതായത് ഏരിയയുടെ ഇക്വേഷൻ πr² അല്ലേ മക്കളെ? അപ്പോൾ ഏരിയ റേഡിയസിൻ്റെ സ്ക്വയറിനാണ് പ്രൊപ്പോർഷണലായിട്ട് വരുന്നത്. കണ്ടോ? അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണം അതിൻ്റെ ആരത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണ്. കണ്ടോ? ഇനി ആനുപാതിക സ്ഥിരമാണ് പൈ ആണ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം രണ്ടാമത്തെ പ്രസ്താവനയാണ് ശരി. ഏരിയ എന്ന് പറഞ്ഞാൽ റേഡിയസിന് പ്രൊപ്പോർഷണൽ അല്ല, r², ആരത്തിൻ്റെ വർഗത്തിനാണ് പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി. 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി. മക്കളെ, ഇങ്ങനെ 1 മീറ്റർ നീളമുള്ള ഒരു കമ്പിയുണ്ട്. ഇതിന് 1 മീറ്റർ നീളമുണ്ട്. ഓക്കെ, വളച്ചുണ്ടാക്കുന്ന ഒരു ചതുർഭുജത്തിന് ഏറ്റവും കൂടിയ പരപ്പളവ് എത്ര? ഓക്കെ, അപ്പം ഈ 1 മീറ്റർ നീളമുള്ള കമ്പി വളച്ച് ഒരു ചതുർഭുജം ഉണ്ടാക്കി എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ത് ചതുർഭുജമാണെന്ന് പറഞ്ഞിട്ടില്ല. ചതുർഭുജങ്ങൾ പലതുണ്ട്. ചതുരം ഒരു ചതുർഭുജമാണ്, സമചതുരം ഒരു ചതുർഭുജമാണ്, സാമാന്തരികം ഒരു ചതുർഭുജമാണ്, ലംബകം ഒരു ചതുർഭുജമാണ്, സമഭുജ സാമാന്തരികം ഒരു ചതുർഭുജമാണ്. ഇവയെല്ലാം ചതുർഭുജങ്ങളാണ്. 4 വശങ്ങളുള്ള രൂപങ്ങളെ കോമൺ ആയിട്ടാണ് നമ്മൾ ചതുർഭുജങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ 1 മീറ്റർ നീളമുള്ള കമ്പി വളച്ച് ചതുർഭുജം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഏത് ചതുർഭുജമാണ് ഉണ്ടാക്കിയത് എന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടിയ പരപ്പളവ് വരുന്ന ചതുർഭുജം ഉണ്ടാക്കിയെന്ന്. മക്കളെ, ചതുർഭുജങ്ങളിൽ ഏറ്റവും കൂടിയ പരപ്പളവ് സമചതുരത്തിനാണ്. ചതുർഭുജങ്ങളിൽ ഏറ്റവും കൂടുതൽ പരപ്പളവ് എന്തിനാണ്? സമചതുരത്തിനാണ്. അതായത് അതിൻ്റെ നോട്ട് ഇങ്ങനെയാണ്: ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളുന്ന രൂപം സമചതുരമാണ്. എന്താ ഞാൻ പറഞ്ഞേ? ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളുന്ന രൂപം സമചതുരമാണ്. ഓർത്ത് വെച്ചോണേ, ഒരേ ചുറ്റളവുള്ള ചതുർഭുജങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളുന്ന രൂപം സമചതുരമാണ്. അപ്പം ഇവിടെ 1 മീറ്റർ നീളമുള്ള കമ്പി കൊണ്ട് ഏറ്റവും വിസ്തീർണം വരത്തക്ക രീതിയിൽ ഒരു ചതുർഭുജം ഉണ്ടാക്കണമെങ്കിൽ അവരുണ്ടാക്കിയ സാധനം ഒരു സമചതുരം ആയിരിക്കും എന്നർത്ഥം. ക്ലിയർ ആണോ? അവരുണ്ടാക്കിയ സാധനം ഒരു കാരണം സമചതുരം ഉണ്ടാക്കിയാൽ മാത്രമേ അതിനെന്ത് വരത്തുള്ളൂ മക്കളെ? പരമാവധി വിസ്തീർണം വരത്തുള്ളൂ.
ക്ലിയർ അല്ലേ? അപ്പം നോട്ട് എഴുതി വെച്ചോ. ഒരേ ചുറ്റളവുള്ള രൂപങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളുന്ന രൂപം ഏതാണ്? ഒരേ ചുറ്റളവുള്ള രൂപങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളുന്ന രൂപം സമചതുരമാണ്. ഓക്കെ, ഇനി 1 മീറ്റർ നീളമുള്ള കമ്പി കൊണ്ട് ഈ സമചതുരം ഉണ്ടാക്കിയാൽ ഈ സമചതുരത്തിൻ്റെ ചുറ്റുമുള്ള നീളമാണ് 1 മീറ്റർ, അതായത് 100 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു വശം 250 സെൻറ്റിമീറ്റർ, 25 സെൻറ്റിമീറ്റർ അല്ലേ മക്കളെ? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ. അപ്പം 100 സെൻറ്റിമീറ്റർ നീളമുള്ള കമ്പി കൊണ്ട് നമ്മുടെ സമചതുരം ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരു വശം 25 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ വിസ്തീർണം എത്ര എന്നല്ലേ ചോദ്യം? വിസ്തീർണ ഇക്വേഷൻ എ സ്ക്വയർ അല്ലേ? 25ൻ്റെ സ്ക്വയർ അല്ലേ ഉത്തരം? 25ൻ്റെ സ്ക്വയർ 625 എന്ന് കിട്ടും. 625 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് ഉത്തരം കിട്ടും. ചെയ്തത് ക്ലിയർ ആണല്ലോ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവുകളാകാവുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മക്കളെ, 3:4:5 എന്ന റേഷ്യോയിൽ വരുന്നതെല്ലാം മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണ്. ആണോ? അപ്പം 3ഉം 4ഉം 5ഉം മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണ്. 6ഉം 8ഉം 10ഉം മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണ്. കാരണം ഇതിൻ്റെ റേഷ്യോ 3:4:5 ആണ്. 9ഉം 12ഉം 15ഉം മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണ്. 12ഉം 16ഉം 20ഉം മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണ്. 3:4:5 എന്ന റേഷ്യോയിൽ വരുന്നതെല്ലാം ഉറപ്പായിട്ടും മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണ്. ഇത് കാണുമ്പോഴേ അറിയാം ഇവിടെ 3ഉം 4ഉം 5ഉം കിടപ്പുണ്ട്. അപ്പം മട്ടത്രികോണത്തിൻ്റെ വശങ്ങളായിട്ട് വരുന്നതാണ്. ഇനി അത് മാത്രമല്ല, വേറെ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞായിരുന്നു. 8, 15, 17 മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണ്. 5, 12, 13 മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണ്. 7, 24, 25 മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണ്. പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ്. മക്കളെ, നമ്മൾ നോട്ട് എഴുതിയ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഒരു ബഹുഭുജത്തിൻ്റെ ബാഹ്യ കോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രിയാണ്. ഒരു ബഹുഭുജത്തിൻ്റെ ബാഹ്യ കോണുകളുടെ തുക എപ്പോഴും എത്രയാണ്? 360 ഡിഗ്രി. അതായത് ഒരു ബഹുഭുജത്തിൻ്റെ പുറത്തെ കോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രിയാണ്. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് അകത്തെ കോണുകളുടെ തുകയുടെ ഇരട്ടിയാണ് പുറത്തെ കോണുകളുടെ തുക എന്ന്. പുറത്തെ കോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ അകത്തെ കോണുകളുടെ തുക 180 ഡിഗ്രി വന്നാലല്ലേ അതിൻ്റെ ഇരട്ടിയാണ് പുറത്തെ കോണുകളുടെ തുക എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ശരിയാവത്തുള്ളൂ. അപ്പോൾ ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക, ഈ പുറം കോണുകളുടെ തുക എപ്പോഴും 360ആണ്. അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ്. അപ്പോൾ അകക്കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ആണോ? എങ്കിൽ ആ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ടെന്ന ചോദ്യം. മക്കളെ, അകത്തെ കോണുകളുടെ തുക 180 ഡിഗ്രി വന്നാൽ ആ ബഹുഭുജത്തിന് 3 വശങ്ങൾ കാണും. കാരണം ത്രികോണങ്ങളുടെ അകത്തെ കോണുകളുടെ തുകയല്ലേ 180 ഡിഗ്രി. അകത്തെ കോണുകളുടെ തുക 180 ഡിഗ്രി ആണെങ്കിൽ അതൊരു ത്രികോണമല്ലേ? ത്രികോണത്തിന് 3 വശമല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ 3 വരും. ഓക്കെ, അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട തിയറി, ഇതൊക്കെ നേരത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു ബഹുഭുജത്തിൻ്റെ ബാഹ്യ കോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ആന്തരകോണുകളുടെ തുകയുടെ ഇരട്ടിയാണ് ബാഹ്യ കോണുകളുടെ തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്തരകോണുകളുടെ തുക 180 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കാം. ഇനി ആന്തരകോണുകളുടെ തുക 180 ഡിഗ്രി വന്നാൽ അതൊരു ത്രികോണമാണ്. ത്രികോണത്തിൻ്റെ കോണുകളുടെ തുകയാണ് എപ്പോഴും 180 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ വശങ്ങളുടെ എണ്ണം 3ആണ്. ഓക്കേ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയി. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ മനസ്സിലായി, പഠിച്ചു, ക്ലിയറാക്കി എന്ന് വിചാരിക്കുന്നു. കണ്ടു കേട്ട് പോവാതിരിക്കുക. ചോദ്യം എഴുതി വെച്ച് റിവിഷൻ ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ മാത്രം പഠിക്കുക കേട്ടോ. റിവിഷൻ ഇല്ലാതെയുള്ള പഠനം വെറുതെ വേസ്റ്റാണ്. അതുകൊണ്ട് കണ്ടു കേട്ട് പോകാതെ ചോദ്യം എഴുതി ഇനി റിവിഷൻ ചെയ്യാൻ പാകത്തിന് എഴുതി വെച്ച് വൃത്തിയായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.